തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ LDFന്റെ യോഗം ഇന്ന് വിളിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്കാണ് യോഗം ചേരുക. യോഗത്തിന്റെ വിശദാംശങ്ങളുമായി ഷെവീദ് റാവുത്തർ ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്. ഓർക്കാപ്പുറത്തുള്ള ഒരു പരാജയമാണ് LDFന് സംഭവിച്ചത്. മാത്രമല്ല അതിൻ്റെ ഷോക്കിൽ നിന്ന് ഇപ്പോഴും പല നേതാക്കന്മാർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുമില്ല. കാരണം ഇത്രയും വലിയൊരു സുനാമി LDFന് ഉണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചില്ല. പറയൂ. ഉറപ്പായിട്ടും, കാരണം ഓർക്കാപ്പുറത്താണ്. മാത്രമല്ല അതുണ്ടാക്കിയിട്ടുള്ള ആഘാതം ഇതുവരെയും നേതാക്കൾക്ക് അതെന്താണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയാനും കഴിഞ്ഞിട്ടില്ല. കാരണം അതുകൊണ്ടാണ് ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെ മാധ്യമങ്ങളെ കണ്ട MV ഗോവിന്ദൻ അദ്ദേഹം 5 മിനിറ്റിൽ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് പൂർണ്ണമായും ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അദ്ദേഹം പോയതെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ ഘടകകക്ഷികളുടെ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ അവരെ വിശ്വാസത്തിലെടുത്ത് തിരുത്തി മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാര്യം തീരുമാനിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി LDF ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് CPM നേതൃത്വം എത്തിയത്. അതിനുശേഷം LDF യോഗം വിളിക്കുകയായിരുന്നു. ഇന്ന് 11 മണിക്കാണ് LDF യോഗം ചേരുക. ഇതിൽ CPI എടുക്കുന്ന നിലപാടുകൾ അത് നിർണായകമായി മാറും. പ്രത്യേകിച്ച് മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ CPI നേതൃയോഗങ്ങളിൽ ഇന്നലെ ചില അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ മുന്നണിയുടെ മുഖം ആര്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മുഖമായി മുന്നണിയെ നയിക്കാൻ ഒരു മുഖം എന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. മാത്രമല്ല നിയമസഭയിലടക്കം ഉപനേതാവ് അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്നൊക്കെയുള്ള ആവശ്യം CPI ഉയർത്തിയിട്ടുണ്ട്. ഇതടക്കമുള്ള ആവശ്യങ്ങൾ CPI ഇന്നത്തെ മുന്നണി യോഗത്തിൽ ഉയർത്തും. അതിനെ CPM എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതും ഏറ്റവും നിർണായകമായി മാറും. ഏതായാലും തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിക്ക് ശേഷം മുന്നണി യോഗം ചേരുമ്പോൾ മറ്റ് ഘടകകക്ഷികളുടെ നിലപാട്, കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട്, അതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ചർച്ചയാകും. ഓക്കെ, താങ്ക് യു ഷെവീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.